ഹായ് ഫ്രണ്ട്സ്, ഞാൻ സോബി ഷിജി ചാനലിലേക്ക് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ചാപ്റ്റർ ഫസ്റ്റ് ലിറ്റിൽ നിനോ ആൻഡ് മൈ സീക്രട്ട് ബിയർഡ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞു തരാൻ വേണ്ടിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. നമുക്കിനി ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ വാസ് DJ സോ കോൾഡ്? എന്തുകൊണ്ടാണ് DJ അങ്ങനെ വിളിക്കുന്നത്? DJ വാസ് സോ കോൾഡ് ബിക്കോസ് നിനോ wanted to make his ദാദാജി ആബിദ് സുർത്തി the DJ of the 21st century. 21ാം നൂറ്റാണ്ടിലെ തൻ്റെ ദാദാജി ആബിദ് സുർത്തിയെ DJ ആക്കാൻ നിനോ ആഗ്രഹിച്ചതിനാലാണ് DJ അങ്ങനെ വിളിക്കപ്പെട്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വെയർ നിനോസ് ഫേവറേറ്റ് സബ്ജക്റ്റ്? എന്തൊക്കെയായിരുന്നു നിനോയുടെ പ്രിയപ്പെട്ട വിഷയങ്ങൾ? നിനോസ് ഫേവറേറ്റ് സബ്ജക്ട്സ് വെയർ എയർപ്ലെയിൻസ്, ഇലവേറ്റേഴ്സ്, വെഹിക്കിൾസ്, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇന്ത്യൻ ട്രെയിൻസ്. ഇൻ ഷോർട്ട്, ഓൾ കൈൻഡ്സ് ഓഫ് ഇലക്ട്രോണിക് ഡിവൈസസ് അമേസ്ഡ് ഹിം. വിമാനങ്ങൾ, എലിവേറ്ററുകൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ, ഇന്ത്യൻ ട്രെയിൻ, ചുരുക്കി പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളും നിനോയ്ക്ക് പ്രിയപ്പെട്ട വിഷയങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് അക്കോർഡിംഗ് ടു ഹിസ് ഗ്രാൻഡ് ഫാദർ വാസ് നിനോസ് റിയൽ സീക്രട്ട്? മുത്തച്ഛൻ്റെ അഭിപ്രായത്തിൽ നിനോയുടെ യഥാർത്ഥ രഹസ്യം എന്താണ്? ആൻസർ, അക്കോർഡിംഗ് ടു ഹിസ് ഗ്രാൻഡ് ഫാദർ നിനോസ് റിയൽ സീക്രട്ട് വാസ് എൻക്വയറി, ഫോർ ഹി വുഡ് നെവർ ആക്സെപ്റ്റ് എനി ആൻസർ അണ്ടിൽ ഹി വാസ് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്. നിനോയുടെ യഥാർത്ഥ രഹസ്യം അന്വേഷണമായിരുന്നു. അവൻ പൂർണ്ണമായി തൃപ്തനാകുന്നതുവരെ ഒരു ഉത്തരവും സ്വീകരിച്ചിരുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് DJ വാണ്ട് ടു കൺവിൻസ് നിനോ ടു സേവ് വാട്ടർ? വെള്ളം ലാഭിക്കാൻ നിനോയെ ബോധ്യപ്പെടുത്തണമെന്ന് DJ ആഗ്രഹിച്ചത് എന്തുകൊണ്ട്? ആൻസർ, DJ wanted to convince Nino to save water because he would inspire his friends and the message, which was pivotal indeed, would be carried through. വെള്ളം സംരക്ഷിക്കാൻ നിനോയെ ബോധ്യപ്പെടുത്താൻ DJ ആഗ്രഹിച്ചു. കാരണം അവൻ തൻ്റെ സുഹൃത്തുക്കളെ പ്രചോദിപ്പിക്കുമെന്നും നിർണായകമായ ഒരു സന്ദേശം അതിലൂടെ കൊണ്ടുപോകുമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻസർ 30-40 വേർഡ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് DJ ഡിസ്ക്രൈബ് നിനോ? നിനോയെ DJ എങ്ങനെയാണ് വിവരിക്കുന്നത്? നിനോ വാസ് ബെയർലി 6 years old, but his level of intelligence was beyond that of most young adults. And many other adults too, including his own grandfather. He knew about the airspeed indicator and the altimeter unlike most other boys of his age. നിനോയ്ക്ക് വെറും 6 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും നിനോയുടെ ബുദ്ധിയുടെ നിലവാരം മിക്ക ചെറുപ്പക്കാർക്കും സ്വന്തം മുത്തച്ഛനുൾപ്പെടെ നിരവധി മുതിർന്നവർക്കും അപ്പുറമായിരുന്നു. എയർ സ്പീഡ് ഇൻഡിക്കേറ്ററിനെ കുറിച്ചും അതിൻ്റെ ആത്യന്തികതയെക്കുറിച്ചും തൻ്റെ പ്രായത്തിലുള്ള മറ്റു കുട്ടികളെക്കാളും നിനോയ്ക്ക് അറിയാമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നരേറ്റ് ദ മോട്ടോർമാൻസ് എക്സ്പീരിയൻസ് വിത്ത് നിനോ. The motorman was impressed by Nino's interest and explained the working of the controls, but he was completely taken aback when Nino asked him whether the Rajdhani engine was Warp 5 or a Warp 7. He was further shocked when Nino asked which engine was used in the Duronto. മോട്ടോർമാൻ നിനോയുടെ താല്പര്യത്തിൽ മതിപ്പുളവാക്കി നിയന്ത്രണങ്ങളുടെ പ്രവർത്തനം വിശദീകരിച്ചു. പക്ഷേ വാപ്പ് 5 ആണോ അല്ലെങ്കിൽ വാപ്പ് 7 ആണോ ഈ എൻജിൻ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പൂർണ്ണമായും ഞെട്ടിപ്പോയി. തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡു യു? ഞാൻ ക്വസ്റ്റ്യൻ മുഴുവൻ എഴുതിയിട്ടില്ല എങ്കിലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി എഴുതിയാൽ മതി. ടെസ്റ്റ് നോക്കി വായിക്കാം. ഹൗ ഡു യു നോ ദാറ്റ് DJ വാസ് നെർവസ് അബൌട്ട് ടോക്കിംഗ് ടു നിനോ റിഗാർഡിംഗ് വാട്ടർ കൺസർവേഷൻ?
ആൻസർ പറയാം. DJ was nervous about talking to Nino regarding water conservation because he had to be fully prepared to answer all the innocent and improbable questions that would arise in Nino's mind. He had to plan the probable questions that Nino would ask and prepare the answers. ജലസംരക്ഷണത്തെക്കുറിച്ച് നിനോയുമായി സംസാരിക്കുന്നതിൽ DJ അസ്വസ്ഥനായിരുന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ: അതിൻ്റെ കാരണം നിനോയുടെ മനസ്സിൽ ഉയർന്നു വരുന്ന നിഷ്കളങ്കവും അസംഭവവുമായ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ അദ്ദേഹം പൂർണ്ണമായും തയ്യാറാകണമായിരുന്നു. നിനോ ചോദിക്കുന്ന ചോദ്യങ്ങൾ ആസൂത്രണം ചെയ്യുകയും ഉത്തരങ്ങൾ തയ്യാറാക്കുകയും ചെയ്യണമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. Why was Nino given a gold star at school one day? Nino got a gold star at school one day for his essay on how kids can save water. He had written on how kids could not save big rivers but could save a few drops of water by following some practices. Teacher asked him to read out the essay to the whole class. എന്തുകൊണ്ടാണ് നിനോയ്ക്ക് ഒരു ദിവസം സ്കൂളിൽ ഗോൾഡ് സ്റ്റാർ നൽകിയതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ: കുട്ടികൾ എങ്ങനെ വെള്ളം ലാഭിക്കണം എന്നതിനെക്കുറിച്ചുള്ള ലേഖനത്തിന് നിനോയ്ക്ക് ഒരു ദിവസം സ്കൂളിൽ ഒരു ഗോൾഡ് സ്റ്റാർ ലഭിച്ചു. എന്തിനാ? കുട്ടികൾ എങ്ങനെ വെള്ളം ലാഭിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ലേഖനത്തിന്. കുട്ടികൾക്ക് വലിയ നദികളെ സംരക്ഷിക്കാൻ കഴിയില്ലെന്നും എന്നാൽ ചില രീതികൾ പിന്തുടർന്ന് കുറച്ച് തുള്ളി വെള്ളം ലാഭിക്കാമെന്നും അദ്ദേഹം എഴുതിയിരുന്നു. ഈ ഉപന്യാസം ക്ലാസ് മുഴുവൻ വായിച്ച് കേൾപ്പിക്കാൻ ടീച്ചർ നിനോയോട് ആവശ്യപ്പെട്ടു. Next question. 5. ലിസ്റ്റ് നിനോസ് മെത്തേഡ്. നിങ്ങൾക്ക് കാണാമോ? ലിസ്റ്റ് നിനോസ് മെത്തേഡ് ടു സേവ് വാട്ടർ. വെള്ളം ലാഭിക്കാൻ നിനോയുടെ രീതികൾ എന്തെല്ലാമായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ നമുക്ക് കാണാമെന്ന് തോന്നുന്നു. ഫോണിൻ്റെ കുഴപ്പം. ആൻസർ പറയാം. ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് that Nino adopted to save water are: first, the dripping tap has to be closed instantly. Second, watering the drying plants and trees in the school compound with the remaining water in the bottle. Third, Nino decided to use only 1 bucket of water for bath instead of using the shower. So if a child like him could save 5 buckets of water on daily basis, grown-ups ടു ഗുഡ്. പല രീതികളാണ് നിനോ മാതൃകയാക്കിയതെന്നാണ് ഈ ആൻസറിൽ പറയുന്നത്. ഒന്ന്, വെള്ളം ഡ്രിപ്പിംഗ് ടാപ്പ് ഹാസ് ടു ബി ക്ലോസ്ഡ് ഇൻസ്റ്റൻ്റ്ലി. വെള്ളം ഇറ്റിറ്റ് വീഴുന്ന ടാപ്പ് നമ്മൾ തൽക്ഷണം അടച്ചു വെക്കണം. രണ്ടാമത്തേത്, സ്കൂൾ കോമ്പൗണ്ടിലെ ഉണങ്ങിയ ചെടികൾക്കും മരങ്ങൾക്കും കുപ്പിവെള്ളത്തിൽ ബാക്കി വരുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കണം. മൂന്നാമത്, ഷവറിലെ നിനോ ഡിസൈഡഡ് ഷവറിൽ കുളിക്കാതെ 1 ബക്കറ്റ് വെള്ളത്തിൽ കുളിക്കാമെന്ന തീരുമാനം എടുത്തു നിനോ. അതിനാൽ നിനോയെപ്പോലുള്ളൊരു കുട്ടിക്ക് ദിവസേന 5 ബക്കറ്റ് വെള്ളം ലാഭിക്കാൻ കഴിയുമെങ്കിൽ മുതിർന്നവർക്ക് അങ്ങനെ എത്ര ബക്കറ്റ് വെള്ളം ലാഭിക്കാൻ കഴിയും? അതാണ് അടുത്ത പാർട്ട് 2 ആൻസർ 80-100 വേർഡ്സിൻ്റേത് അടുത്തൊരു ചാനലിൽ അടുത്ത എപ്പിസോഡിൽ പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക് യു.